Hi everyone, this is Rinsi from Grow Malayalam channel. ലോങ് ടേമിലേക്ക് സമ്പത്ത് ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ കയ്യിലുള്ള പണം ലോങ് ടേമിലേക്ക് വളർത്തിയെടുക്കാൻ നോക്കുന്ന ഒരാളാണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തായാലും കേട്ടുള്ള ഒരു കാര്യമായിരിക്കും മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളത് അല്ലേ. അപ്പം നിങ്ങൾക്കറിയാമോ, ഡിസംബർ 6, 2023 പ്രകാരം 23 സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ ആവറേജ് 1 ഇയർ റിട്ടേൺസ് വന്നേക്കുന്നത് 32.68%. അപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ടുകൾ മാത്രമല്ല 30 ലാർജ് ക്യാപ് ഫണ്ടും ഈ ഒരു സെയിം പീരീഡിൽ തന്നെ 15% ആവറേജ് 1 ഇയർ റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 28 മിഡ് ക്യാപ് ഫണ്ടുകൾ 28.02% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. കേട്ടിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? പക്ഷേ ഏത് മ്യൂച്വൽ ഫണ്ടാണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളതെന്ന് എങ്ങനെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും? എങ്ങനെ നമുക്ക് പല ഫണ്ടുകളുടെ പെർഫോമൻസ്, റിസ്ക്, അതുപോലെ കോസ്റ്റ് ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും? അപ്പം നിങ്ങൾക്ക് അതൊക്കെ കുറച്ച് കൺഫ്യൂഷനുള്ള കാര്യമായിരിക്കും അല്ലേ. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, എങ്ങനെ നമുക്കൊരു ഫണ്ട് റിവ്യൂ ചെയ്യാം എന്നുള്ളത് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. അപ്പോൾ അത് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പണി കുറച്ചൊക്കെ എളുപ്പമാവുമല്ലോ അല്ലേ. അപ്പം ഇന്ന് നമ്മൾ നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഓഫർ ചെയ്ത ഒരു സ്മോൾ ക്യാപ് ഫണ്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വീഡിയോയിലേക്ക് നമ്മൾ പോകും മുമ്പ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഫണ്ടിൻ്റെ ബേസിക്സ് എന്ന് പറയാം ആദ്യം. അപ്പോൾ ഫണ്ടിൻ്റെ പേരാണ് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്. അപ്പോൾ ഫണ്ടിന് റെഗുലർ പ്ലാൻ ലോഞ്ച് ചെയ്യുന്നത് 16 സെപ്റ്റംബർ 2010 ആണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് പ്ലാൻ ലോഞ്ച് ചെയ്യുന്നത് 1 ജാനുവരി 2013 ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ അടുത്ത ചോദ്യമാണ്, ആരാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്? ഇപ്പോൾ 2 എക്സ്പേർട്സ് ആണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്, ഷമീർ റച്ച് അതുപോലെ തന്നെ തേജസ് ഷെത്തും. 2017 ജാനുവരി തൊട്ട് ഷമീർ ഈ ഒരു ഫണ്ടിലുണ്ട്, 32 വർഷത്തെ എക്സ്പീരിയൻസോടെ. 2023 ഫെബ്രുവരിയിലാണ് തേജസ് ഈ ഒരു ഫണ്ടിലേക്ക് ജോയിൻ ചെയ്ത് 18 വർഷത്തെ എക്സ്പീരിയൻസോടെ. ഇപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ് 250 TRAക്കെതിരെയാണ് നിപ്പോൺ ഇന്ത്യയുടെ ബെഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഓപ്ഷൻ്റെ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് 0.69%. ഇനി നമുക്ക് ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അതുപോലെ തന്നെ നമുക്ക് സ്ട്രാറ്റജി നമുക്ക് നോക്കാം. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ അപ്രീസിയേഷൻ നൽകുക എന്നാണ് ഈ ഒരു ഫണ്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു ഫണ്ട് ഈ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നത്? അപ്പോൾ ഈ ഒരു ഫണ്ട് മെയിൻലി സ്മോൾ ക്യാപ് കമ്പനികളുടെ ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ലോങ് ടേം ക്യാപിറ്റൽ അപ്രീസിയേഷൻ നേടിയെടുക്കാം. ഇനി രണ്ടാമതായിട്ട് സ്റ്റഡി റിട്ടേൺസ് ലക്ഷ്യമിട്ടുകൊണ്ട് അവർ ഡെറ്റ് അല്ലെങ്കിൽ മണി മാർക്കറ്റ് സെക്യൂരിറ്റീസിലേക്കും കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, അതായത് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടി ഫണ്ട് എന്ത് അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്? അപ്പം ചെറിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് നേടിയെടുക്കാനാണ് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പം ഈ സ്മോൾ ക്യാപ് കമ്പനികളൊക്കെ ഭാവിയിൽ മിഡ് ക്യാപ് കമ്പനികളായിട്ട് മാറാൻ പൊട്ടൻഷ്യൽ ഉള്ള കമ്പനികളാണ്. സോ ഇതുവഴി ഡബിൾ ബെനിഫിറ്റ് ഉണ്ട്, ഗ്രോത്ത് പ്രോസ്പെക്ടസ് അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ലോവർ വാല്യുവേഷൻ. അപ്പം ഈ ഒരു ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി നല്ല ക്വാളിറ്റി ടീംസ് മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് അതുപോലെ തന്നെ റീസണബിൾ സൈസിലുള്ള നല്ല വാല്യുവേഷനിൽ നിൽക്കുന്ന ബിസിനസ് കണ്ടുപിടിക്കുക എന്ന് തന്നെയാണ്. അപ്പം ഇവരൊരു പ്രൂഡൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് അപ്രോച്ചാണ് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി, പല സെക്ടേഴ്സ് അതുപോലെ സ്റ്റോക്സിലേക്കുള്ള ഡൈവേഴ്സിഫിക്കേഷൻ, അതുപോലെ തന്നെ ബൈ ടൈം ഒരു ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റ് പെർഫോമൻസ് നൽകുക എന്ന രീതിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്താണ് ഈ സ്മോൾ ക്യാപ് ഫണ്ട്സ് എന്നുള്ളത് അല്ലേ. അപ്പോൾ സ്മോൾ സൈസ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളാണ് സ്മോൾ ക്യാപ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെബി റെഗുലേഷൻ പ്രകാരം സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ കുറഞ്ഞത് 65% ടോട്ടൽ അസറ്റ് സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇനിയിപ്പം ഇവിടെ വരുന്ന ചോദ്യം ഇതാണ്, എന്താണ് ഈ സ്മോൾ ക്യാപ് സ്റ്റോക്സ് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ 2017 സെബി മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്ക് ഒരു യൂണിഫോമിറ്റി വരാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. അപ്പോൾ ഫുൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിൽ ലാർജ് ക്യാപ്, മിഡ് ക്യാപ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് എന്ന് തിരിച്ചു. അപ്പം ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിൽ 1 മുതൽ 100 വരെ റാങ്കിങ് ഉള്ള ലിസ്റ്റഡ് കമ്പനികളാണ് ലാർജ് ക്യാപ് കമ്പനികൾ എന്ന് പറയുന്നത്. ഇനി 101 മുതൽ 250 വരെ റാങ്കിങ് ഉള്ള ലിസ്റ്റഡ് കമ്പനികളാണ് മിഡ് ക്യാപ് കമ്പനികൾ. അപ്പോൾ 250 ശേഷം റാങ്കിങ് ഉള്ള കമ്പനികളാണ് സ്മോൾ ക്യാപ് കമ്പനികൾ. സോ ഈ ഒരു ഫണ്ട് ലാർജ് ക്യാപ്, മിഡ് ക്യാപ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിലേക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് എത്ര ക്യാഷ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് നോക്കാം. അപ്പോൾ 30 നവംബർ 2023 പ്രകാരം ഈ ഒരു സ്കീം 96.26% ഇക്വിറ്റീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ 15% ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്കാണ്, 15% മിഡ് ക്യാപ് സ്റ്റോക്സിലേക്കും 70% സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്കും, ബാക്കി 3.74% ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിലേക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു ഫണ്ടിൽ നല്ലൊരു എമൗണ്ട് ഇക്വിറ്റീസിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കൂടാതെ ബൈ ടൈം ക്യാഷ് ഹോൾഡിംഗ് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനി ബൈ ടൈം എങ്ങനെയാണ് ക്യാഷ് ഹോൾഡിങ്സ് ഉണ്ടായിരുന്നത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നവംബർ 2022 തൊട്ട് നവംബർ 2023 വരെയുള്ള ക്യാഷ് ഹോൾഡിങ്സ് കാണാം. അതായത് 12 മാസത്തെ.
അപ്പോൾ ക്യാഷ് ഹോൾഡിംഗ് ഓൾമോസ്റ്റ് കൺസിസ്റ്റന്റ് തന്നെയാണ്. ഹയസ്റ്റ് ക്യാഷ് ഹോൾഡിംഗ് നവംബർ 2023 3.74%. അതേസമയത്ത് ലോവസ്റ്റ് 2.83% ജൂലൈ 2023. നവംബർ 2023 പ്രകാരം ലേറ്റസ്റ്റ് ക്യാഷ് ഹോൾഡിംഗ് 3.74%. അപ്പോൾ ഓവറോൾ ഇക്വിറ്റി ഹോൾഡിംഗ് എപ്പോഴും 96% മുകളിലാണ്. ഇനി നമുക്ക് ഫണ്ടിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായി. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫണ്ടിന്റെ AUM, എക്സിറ്റ് ലോട്ട്, ബെഞ്ച് മാർക്ക്, പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ നിങ്ങൾക്ക് കാണാം. അപ്പം ഇവിടെ എന്താണ് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ? പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ PTR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് പോർട്ട്ഫോളിയോയുള്ള മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ്സ് എത്ര ഇടവിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മെഷർ ചെയ്യുന്ന ഒന്നാണിത്. അപ്പം ഈ ഒരു ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് 19%. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഫണ്ട് മാനേജേഴ്സ് പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സ് അധികം ഇടവിട്ട് മാറ്റുന്നില്ല എന്നാണ്. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോയിലെ സ്റ്റോക്സ് കൺസിസ്റ്റന്റ് ആണ്. ഇതുകൂടാതെ കാറ്റഗറി ആവറേജ് ടേൺ ഓവർ റേഷ്യോ 127.24%. അതായത് കഴിഞ്ഞ ഒരു വർഷത്തിൽ കോമ്പറ്റേറ്റേഴ്സിനേക്കാളും കുറച്ച് തവണ മാത്രമേ ഫണ്ട് മാനേജേഴ്സ് പോർട്ട്ഫോളിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഫണ്ട് മാനേജേഴ്സ് പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നില്ലെന്ന്. പക്ഷേ ടോപ്പ് 5 സ്റ്റോക്കും സെക്ടേഴ്സോ അതുപോലെ തന്നെ ഇത് പലപ്പോഴും ഹോൾഡിംഗ്സ് മാറ്റുന്നില്ലേ? അപ്പം നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് പോർട്ട്ഫോളിയോ അനാലിസിസ് അങ്ങ് ചെയ്തേക്കാം. അപ്പോൾ 30 നവംബർ 2023 പ്രകാരം ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിൽ 197 സ്റ്റോക്കുകളുണ്ട്. ഇതിൽ ടോപ്പ് 10 സ്റ്റോക്കുകൾ നെറ്റ് ആസറ്റ് വാല്യൂയിലേക്ക് 15.67% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2023 നവംബർ പ്രകാരം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഫണ്ട് പോർട്ട്ഫോളിയോയിലേക്ക് 2.68% എക്സ്പോഷർ ഉണ്ട് അവർക്ക്. അപ്പോൾ 2023 മാർച്ചിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫണ്ടിൻ്റെ ടോപ്പ് 5 ഹോൾഡിംഗ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ മാർച്ച് 2023 അബാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അതുപോലെ തന്നെ ഭാരത് ഹെവി ഇലക്ട്രിക്സ് ലിമിറ്റഡും ഫണ്ടിൻ്റെ ടോപ്പ് 5 ഹോൾഡിംഗ്സിൻ്റെ പാർട്ടല്ലായിരുന്നു 2023 മാർച്ചിൽ. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ലോ പോർട്ട്ഫോളിയോ റേഷ്യോ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ അവരുടെ ഹോൾഡിംഗ്സ് 2022 നവംബറിൽ 3.81% നിന്ന് നവംബർ 2023 2.68% കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അബാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലേക്ക് വരുവാണെങ്കിൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ അവരുടെ ഹോൾഡിംഗ്സ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നവംബർ 2022 0.8% നിന്ന് 2023 നവംബറിൽ 1.52%. ഇനിയിപ്പം HDFC ബാങ്ക് അതുപോലെ KPIT ടെക്നോളജീസ് ലിമിറ്റഡിന്റെ പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സ് ഓൾമോസ്റ്റ് കൺസിസ്റ്റന്റ് ആണ്. ഇനി നമുക്ക് ഫണ്ടിന്റെ ഇൻഡസ്ട്രി അലോക്കേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ 2023 നവംബർ വരെ ഫണ്ടിന്റെ ടോപ്പ് 5 ഇൻഡസ്ട്രി അലോക്കേഷൻസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് 8.34%, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് 7.21%, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ബയോടെക്നോളജി 6.12%, ഓട്ടോ കമ്പോണൻസ് 5.84%, കൺസ്ട്രക്ഷൻ 5.38%. ഇപ്പോൾ മാർച്ച് 2023 ഫണ്ടിൻ്റെ സെക്ടർ അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ ടോപ്പ് 5 സെക്ടേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പം ഇത് അവരുടെ ലോ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഒക്ടോബർ 2022 ഫണ്ടിൻ്റെ സെക്ടർ അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ ടോപ്പ് 5 സെക്ടേഴ്സ് സെയിം തന്നെയാണ്. അപ്പം ഇതുവരെ നമ്മൾ നോക്കിയതിൽ ഫണ്ട് നല്ലത് തന്നെയാണല്ലേ. പക്ഷേ ഇത് റിസ്ക് ഫ്രീ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് വെരി ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവിടെ മെയിനായിട്ട് ഇക്വിറ്റീസിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ടേൺസ് ഒക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യാം, ഗ്യാരണ്ടി ഒന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ സ്റ്റോക്സ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ലോങ് ടേമിലേക്ക് ചിന്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ഷമയുണ്ടാവണം. എന്നാലേ മാർക്കറ്റിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കയറുമ്പോൾ നമുക്കതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുള്ളൂ. പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും മുമ്പ് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് എത്ര റിസ്ക് വരെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് നേടണം എന്നുള്ളതാണെന്നുള്ളതും നിങ്ങൾ തീരുമാനിക്കണം. ഇനി നമുക്ക് ഫണ്ടിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി സമയമായി. അപ്പോൾ നിങ്ങളിപ്പോൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാനിൽ ജാനുവരി 2013 1 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അറൗണ്ട് ഒരു 14 ലക്ഷം രൂപ കിട്ടിയേനെ. അപ്പോൾ സ്കീം തുടങ്ങിയ അന്ന് മുതൽ മ്യൂച്വൽ ഫണ്ട് പെർഫോമൻസ് നല്ലതാണ്. 27.01% ആനുവലൈസ് റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ ഫണ്ട് 41.09% ആനുവലൈസ് റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ നോക്കുന്ന ഒരാൾക്ക് ഇത് നല്ലൊരു റിട്ടേൺസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്കീമിൽ റിസ്കിന് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട് ഫണ്ടിൻ്റെ റിട്ടേൺസ് എന്തായാലും. അപ്പോൾ സ്കീമിൻ്റെ സ്റ്റാൻഡ് അലോൺ പെർഫോമൻസ് നോക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് ബെഞ്ച് മാർക്ക് അഗൈൻസ്റ്റ് പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ലോങ് ടേം അതുപോലെ തന്നെ ഷോർട്ട് ടേം പീരീഡിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്. അപ്പോൾ 1 ഇയർ റിട്ടേൺസ് നോക്കിയാൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് 38.24%-നെതിരായിട്ട് 38.40% CAGR റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം 3 ഇയർ റിട്ടേൺസ് നോക്കിയാൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് 34.26%-ന് എഗ്നസ്റ്റ് ആയിട്ട് ഫണ്ട് 27.10% CAGR റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഫണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്തേക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഫണ്ട് ഷോർട്ട് ടേം അതുപോലെ ലോങ് ടേമിൽ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഫണ്ട് 7th റാങ്കിങ്ങിലായിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിൽ 2nd റാങ്കിങ്, അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷത്തിൽ 2nd റാങ്കിങ് ആണ് ഫണ്ടിന്.
അപ്പോൾ ഹൈ റാങ്കിങ് ഫണ്ടിനുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫണ്ടിൻ്റെ പെർഫോമൻസ് നല്ലതാണെങ്കിലും ഈ ഒരു ഫണ്ട് റിസ്ക് ഫ്രീ അല്ല എന്നുള്ളൊരു കാര്യം നിങ്ങളിവിടെ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് അറിയണമെങ്കിൽ അതിൽ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിയണം. അപ്പോൾ അതുകൊണ്ടാണ് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് നോക്കി നമുക്ക് മനസ്സിലാവും നമ്മൾ എടുക്കുന്ന റിസ്കിന് നമുക്ക് എത്ര റിട്ടേൺസ് ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഫണ്ടിൻ്റെ മെയിൻ റേഷ്യോസ് നമുക്ക് നോക്കാം. അപ്പോൾ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരുപാട് റേഷ്യോസ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ മൊത്തം റിസ്ക് അളക്കുന്ന റേഷ്യോ ആണിത്. അപ്പോൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15.98 ആണ്. ഇനി അടുത്ത ബീറ്റയാണ്. അപ്പോൾ ബെഞ്ച് മാർക്ക് റിലേറ്റീവ് ആയിട്ട് ഫണ്ടിൻ്റെ റിസ്ക് മെഷർ ചെയ്യുന്നതാണിത്. ഇപ്പോൾ ഒരു ഫണ്ടിൻ്റെ ബീറ്റ 1 കുറവാണെങ്കിൽ മാർക്കറ്റിനേക്കാളും റിസ്ക് കുറവാണെന്നാണ്. അപ്പോൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ ബീറ്റ 0.80 ആണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് മാർക്കറ്റിനേക്കാളും ഈ ഒരു ഫണ്ട് ലെസ് റിസ്കി ആണെന്ന് തന്നെയാണ്. ഇനി അടുത്ത ഷാർപ്പ് റേഷ്യോ ആണ്. അപ്പോൾ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്ന റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് മെഷർ ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. അതായത് ഓരോ യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ റിട്ടേൺസ് ആണിത്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ഷാർപ്പ് റേഷ്യോ വരുന്നത് 0.53 ആണ്. അതായത് ഒരു യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ ഫണ്ട് 0.53 ഇരട്ടി എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് മാനേജ് ചെയ്യുന്ന ഒരു വെൽ ഡൈവേഴ്സിഫൈഡ് ഫണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ലോ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ആണ് ഈ ഒരു ഫണ്ടിന്. അപ്പോൾ ലോങ് ടേം അതുപോലെ തന്നെ ഷോർട്ട് ടേമിൽ കോമ്പറ്റേറ്റേഴ്സ് അതുപോലെ തന്നെ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫണ്ട്. എന്നാലും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഈ ഒരു ഫണ്ട് വെരി ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഒരു ഫണ്ടാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ റിസ്ക് ടോളറൻസും കൂടി നോക്കിയിട്ട് വേണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. സോ നിങ്ങളിപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ അതുപോലെ തന്നെ ഹൈ റിസ്ക് ടോളറൻസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ടോപ്പിക്ക്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിൽ അപകട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക. म्यूचुअल फंड निवेश बाजार जोखिम के अधीन है। योजना संबंधी सभी दस्तावेजों को ध्यान से पढ़ें। म्यूचुअल फंड इन्वेस्टमेंट्स आर सब्जेक्ट टू मार्केट रिस्क्स. Read all scheme related documents carefully.